നമസ്കാരം, SES ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 90% പ്രദേശവും പരിസ്ഥിതി ലോലമാകും, ആശങ്കയിൽ നൂൽപ്പുഴ പഞ്ചായത്ത്. നവീകരണത്തിനൊരുങ്ങി തലശ്ശേരി കടൽപ്പാലം, പദ്ധതിക്കായി കോടികൾ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ, കണ്ണു തുറക്കാതെ അധികാരികൾ. വാർത്തകൾ വിശദമായി. സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയാക്കി മാറ്റുന്നതിന്റെ ആശങ്കയിലാണ് വയനാട് സുൽത്താൻ ബത്തേരിയിലെ നൂൽപ്പുഴ ഗ്രാമം. കോടതി വിധി വന്ന് 1 വർഷത്തിലേറെയായെങ്കിലും ഇവരുടെ ദുരിതത്തിന് ഇതുവരെ പരിഹാരമായില്ല. വയനാടിന്റെ കാർഷിക ഗ്രാമങ്ങളിലൊന്നാണ് നൂൽപ്പുഴ. വനാതിർത്തിയോട് ചേർന്ന് പൊന്നു വിളയിച്ച് കുറെ കർഷകർ. കാടിനരികെ കയ്യെത്തും ദൂരത്താണ് മിക്കവരുടെ വീടും സ്ഥലവും. നൂൽപ്പുഴ പഞ്ചായത്തിന്റെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ആദിവാസികളാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രവും സ്കൂളും തുടങ്ങി ചുരുങ്ങിയ സൗകര്യങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയായി മാറിയാൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ പോലും ഇവിടെ പ്രാബല്യമല്ലാതെ വരും. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് വയനാടിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് പോകാനുള്ള ടൂറിസം മേഖലയായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് ഈ പറയുന്നത് പോലെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം വയനാടിനെ സംബന്ധിച്ച് സാമ്പത്തികമായി വളരെയധികം തകർച്ച നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വയനാടൻ ജനത ആശങ്കയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുകൾ ഇതിൻ്റെ ആശങ്ക, ജനങ്ങൾക്ക് എന്താണ് ബഫർ സോൺ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കയാണ്. ഈ ആശങ്ക പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. ദിവസവേതനം കൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്നവർക്കെല്ലാം ഒരു ചോദ്യമുണ്ട്. അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലത്ത് ഒരു വീട് വെക്കാനുള്ള അനുമതി പോലുമില്ലാത്ത അവസ്ഥ വന്നാൽ പിന്നെ എവിടെ പോകും? ജനിച്ച മണ്ണിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് നാട്ടുകാർ. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് കണക്കെടുക്കുക. അവർ പറയുന്നു ഇവിടെ ആ കൃഷി ചെയ്യാൻ പാടില്ല, ഈ കൃഷി ചെയ്യാൻ പാടില്ല, അങ്ങ് കറണ്ട് വലിക്കാൻ പാടില്ല, ഇലക്ട്രിക് ബൾബ് രാത്രി ആയി കഴിഞ്ഞാൽ ബൾബ് ഇടാൻ പാടില്ല, വീടിന് പച്ച പെയിൻ്റ് അടിക്കണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നിരന്തരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ പ്രക്ഷോഭങ്ങളും മറ്റു പരിപാടികളെല്ലാം സംഘടിപ്പിച്ചത്. അതൊക്കെ സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ അതിനൊരു തീരുമാനം എടുക്കാം, അങ്ങനെ സർവേ ചെയ്യുക, അങ്ങനെ സർവേ ചെയ്യാന്നൊക്കെ പറഞ്ഞു. 0 പോയിൻറ്റിലാക്കാം എന്നൊക്കെ അവർ ഒരു മറുപടി പറഞ്ഞിരുന്നു. 0 പോയിൻറ്റിലാക്കുകയാണെങ്കിൽ ഈ 1 കിലോമീറ്റർ എന്നുള്ള പരിധി അങ്ങ് മാറിപ്പോകുമായിരുന്നു. ഇപ്പോൾ അതിനെപ്പറ്റി ഒരനക്കമില്ല. അവരുടെ നിലപാടെന്താണെന്നും ജനങ്ങൾക്കറിയില്ല. ജനങ്ങളാകെ പരിഭ്രാന്തരായിട്ടാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത്. അതിനെന്ത് ഒരു നല്ല ഈ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ച് വലിയൊരു ആഘോഷമായിട്ടൊക്കെ കൊണ്ട് നടന്നെങ്കിലും ഇപ്പം അതിനെപ്പറ്റി ഒന്നും ആരും പറയുന്നില്ല. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരം വെച്ച് പിടിപ്പിക്കാൻ പാടില്ല, ഒരു മരത്തൈ നട്ട് അതിൽ ഒരു വള്ളി ഇടാൻ പാടില്ല, ആ മരം മുറിക്കാൻ പാടില്ല. ഇപ്പോൾ എല്ലാവരും ഈ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ ഒരുവിധം ഉള്ള മരങ്ങൾ മുഴുവൻ മുറിച്ച് പറമ്പ് മുഴുവൻ കാലിയായി. അതുകൊണ്ട് ഇവിടെ മഴയില്ല, വെള്ളമില്ല, കുടിക്കാൻ പോലും വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു അവസ്ഥയിൽ എത്തി. സുപ്രീം കോടതി ഉത്തരവ് ബാധിക്കുന്ന സമീപത്തെ പഞ്ചായത്തുകളെ കൂടി യോജിപ്പിച്ച് സമരം ആരംഭിക്കാനാണ് നൂൽപ്പുഴ പഞ്ചായത്തിന്റെ തീരുമാനം. പരിസ്ഥിതിയെ തകർക്കുന്ന യാതൊരുതര വികസനങ്ങൾക്കും ഇവരാരും യോജിക്കുന്നില്ല. ജനജീവിതത്തിലേക്ക് കടന്നു കയറുന്ന നിയന്ത്രണങ്ങളോടാണ് എതിർപ്പ്. പ്രശ്നങ്ങൾക്കുടൻ പരിഹാരമുണ്ടാക്കണം. ക്യാമറമാൻ മിഥുനൊപ്പം അഭിരാം, SES ന്യൂസ്. പൈതൃക നഗരിയായ തലശ്ശേരിക്ക് ഇനി പുതിയ മുഖം. കടൽപ്പാലം നവീകരണത്തിന് ആദ്യഘട്ടമായി 5 കോടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അപകടാവസ്ഥയിൽ നിൽക്കുന്ന തലശ്ശേരി കടൽപ്പാലം നവീകരണത്തിനായി 5 കോടി രൂപയും കടൽപ്പാലത്തിന് അടുത്തായി തന്നെ ഫുഡ് സ്ട്രീറ്റ് നിർമ്മാണത്തിനായി 2 കോടി രൂപയുമാണ് ഭരണാനുമതിയായിരിക്കുന്നത്. മൈക്രോസം ഓഫ് തലശ്ശേരി എന്ന ആശയത്തിലൂടെ എക്സിബിഷൻ ഏരിയ, കൾച്ചറൽ ഏരിയ, ഫുഡ് സ്ട്രീറ്റ്, ഹെറിറ്റേജ് സ്ട്രീറ്റ്, ആർട്ട് സ്ട്രീറ്റ് എന്നിങ്ങനെ 5 സോണുകളായി തരംതിരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. ഇതിലൂടെ സഞ്ചാരികൾക്ക് കടൽപ്പാലം തുറന്നുകൊടുക്കും. തലശ്ശേരി പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തലശ്ശേരി കടൽപ്പാലം നവീകരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. കടൽപ്പാലവും ജവഹർഘട്ടും ഫുഡ് സ്ട്രീറ്റും എല്ലാം ചേർന്ന് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിലൊരു പാർട്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്തു. സെക്കൻഡ് പാർട്ടിന് വേണ്ടി സാഗർമാലയിലും സംസ്ഥാന സർക്കാരിലും പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. മാരിടൈം ബോർഡാണ് അതിനാവശ്യമായ സഹായങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നത്. തലശ്ശേരി വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കടൽപ്പാലത്തിൻ്റെ നവീകരണം പൂർത്തിയാകുമ്പോൾ യാഥാർത്ഥ്യമാകും. 1910 ബ്രിട്ടീഷുകാരാണ് തലശ്ശേരി കടൽപ്പാലം നിർമ്മിച്ചത്. കാലപ്പഴക്കത്താൽ പാലത്തിന്റെ അടിത്തൂണുകൾ മുഴുവനായി തുരുമ്പെടുത്ത് നാശോന്മുഖമായി. മുകളിലെ സ്ലാബുകളും പല ഭാഗങ്ങളിലായി തകർന്നു വീണു. അപകടാവസ്ഥയിലായതിനാൽ ജനങ്ങളുടെ പ്രവേശനം തടയുന്നതിനായി കവാടം മതിൽ കെട്ടി അടച്ചു. പാലത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് നേരത്തെ മുംബൈയിൽ നിന്നുള്ള വിദഗ്ധ സംഘം പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ഒരു കാലഘട്ടത്തിൽ തലശ്ശേരി അറിയപ്പെട്ടിരുന്നത് ഇവിടുത്തെ ഫുഡ്, ഫാഷൻ, കൾച്ചർ, ട്രേഡ് എന്നിവയിലൂടെയാണ്. മൈക്രോസം ഓഫ് തലശ്ശേരി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തത് തലശ്ശേരിൻ്റെ നട്ട്ഷെൽ എന്നുള്ള ബേസിസിലാണ്. അതിൽ തന്നെ നമ്മൾ തലശ്ശേരി കടൽപ്പാലത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ പല ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആർട്ട്, ആർക്കിടെക്ചർ, ഫുഡ് എന്ന രീതിയിലാണ് നമ്മൾ സോൺസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം
3 വർഷത്തിനുള്ളിൽ കടൽപ്പാലം ഓപ്പൺ ആവും. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെയുള്ള മെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ടൂറിസം ഡെവലപ്മെൻറ്റ്, അതിൻ്റെ കൂടെ തന്നെ കൾച്ചറൽ ഡെവലപ്മെൻറ്റ്, അതായത് കൊച്ചി ബിനാലെ പോലത്തെ ഫെസ്റ്റുകൾ നമുക്കതിൻ്റെ മിനിയേച്ചേഴ്സിൽ തലശ്ശേരിയിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഒരു കാലത്ത് മൺമറഞ്ഞു പോയ ട്രേഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പൊട്ടൻഷ്യൽസ് ഉള്ളത്. ഫൈബർ റെയിൻഫോഴ്സ്മെന്റ് ടെക്നോളജിയാണ് കടൽപ്പാലം ശക്തിപ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നത്. തലശ്ശേരിയിലെ സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നായ കടൽപ്പാലം അപകടാവസ്ഥയിൽ ആണെങ്കിലും തലശ്ശേരി നഗരിയിലെ കടൽക്കാറ്റേൽക്കാൻ വിനോദസഞ്ചാരികൾ ഇന്നുമുണ്ട്. പൈതൃക നഗരിയായ തലശ്ശേരിയിലെ കടൽപ്പാലം ചരിത്ര സ്മാരകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. പാലവും ചുറ്റുപാടും നവീകരണം പൂർത്തിയാവുന്നതോടെ നഗരത്തിലെ പ്രധാന ടൂറിസം ഹബ്ബായി ഇവിടം മാറും. ക്യാമറ പേഴ്സൺ നജ്മയ്ക്കൊപ്പം വർഷ കെ, SES ന്യൂസ്. മലയോരത്തെ വളവുകൾ നിറഞ്ഞ വഴികളിൽ ബസിന്റെ വളയം പിടിക്കുകയാണ് ഒരു വനിതാ ഡ്രൈവർ. നമുക്ക് കാണാം ഇനി അഖിലയുടെ വിശേഷങ്ങൾ. സ്ത്രീകൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന കാലമാണെങ്കിലും മലയോരത്ത് ഇതാദ്യമായാണ് ഒരു വനിതാ ഡ്രൈവർ ബസിന്റെ വളയം പിടിക്കുന്നത്. മൂരിക്കടവ്, ആലക്കോട്, തളിപ്പറമ്പ്, കണ്ണൂർ റൂട്ടിൽ ഓടുന്ന വോയേജ് ട്രാവൽസ് ബസ് ഓടിച്ച് നാട്ടുകാരുടെ പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് കാർത്തികപുരം സ്വദേശി അഖില സൗബിൻ. മുൻപ് നഴ്സായിരുന്ന ആ കുപ്പായം അഴിച്ചുവെച്ചാണ് അഖില 32-ാം വയസ്സിൽ ബസ് ഓടിക്കാൻ തുടങ്ങിയത്. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ സൗബിനും ബസ്സിൽ അഖിലയുടെ കൂടെയുണ്ടായിരുന്നു. ഇവർ അടുത്ത കാലത്ത് വാങ്ങിയ ബസ്സാണ് വോയേജ് ട്രാവൽസ്. ഡ്രൈവിംഗ് ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ ഡ്രൈവിംഗ് എല്ലാം പഠിച്ചത് കല്യാണത്തിന് ശേഷമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ വണ്ടിയും തന്നെ എടുക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നീട് നമുക്കൊരു ബസ് എടുക്കണം ആഗ്രഹം തുടങ്ങിയ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, ബസ് എടുത്തു കഴിഞ്ഞാൽ നീ ബസ് ഓടിക്കുമോ, ഡ്രൈവിംഗ് ലൈസൻസ് ഡേവിയുടെ ലൈസൻസ് ഞാൻ ഉറപ്പായിട്ട് എടുത്തെന്ന് പറഞ്ഞു. ബസ് എടുത്തതിന് ശേഷം ഞാൻ കെട്ടി കൊടുത്തു. ലൈസൻസ് കിട്ടിയവിടെ ഞാൻ വണ്ടി ഓടിക്കാനും തുടങ്ങിയായിരുന്നു. ഏതൊരു മേഖലയുമെന്ന പോലെ ഡ്രൈവിംഗ് മേഖലയിൽ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് ഒരു പെണ്ണുകൂടിയാകുമ്പോൾ പ്രത്യേകിച്ചും. അത്തരം വെല്ലുവിളികളിലും അഖിലയെ വീഴാതെ പിടിച്ചു നിർത്തുന്നത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സപ്പോർട്ടാണ്. ഈ വണ്ടി വന്നിട്ട് ഇപ്പോൾ 9 മാസമായി. ഒരു വണ്ടി എടുത്തപ്പോൾ തൊട്ട് അഖില ചേച്ചിയോടെ ഞാൻ വന്ന് സാധ്യതയായിട്ട് വണ്ടി വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അഖില ചേച്ചി ഡ്രൈവിംഗ് നല്ല സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. നല്ല അഭിപ്രായങ്ങളാണ്. സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട് വണ്ടി. നല്ല അഭിപ്രായങ്ങളാണ്. നല്ല പണിയെടുക്കാനാണ് കൂടുതൽ പണിയെടുക്കാനുള്ള സ്ഥിതിയാണ്. വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഏത് മേഖലയിലും സ്ത്രീകൾക്കും ജോലി ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് അഖിലയെ പോലുള്ളവർ. ആഗ്രഹവും ആത്മവിശ്വാസവും അതിനെ പിന്തുണക്കാൻ കുറച്ച് ആൾക്കാർ കൂടിയുണ്ടെങ്കിൽ എന്തും നിസ്സാരമെന്നാണ് അഖിലയുടെ പക്ഷം. സ്ത്രീകളുടെ കൈമുദ്ര പതിയാത്ത മേഖലകൾ ഇന്ന് ദുർലഭമാണ്. വാഹനങ്ങൾ ഓടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും വലിയ വാഹനങ്ങളോടുള്ള കമ്പം പൊതുവെ കുറവാണ്. ഇന്ന് വോയേജ് ട്രാവൽസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ അഖില ഇരിക്കുമ്പോൾ കൂട്ടായി ഒരു നാട് തന്നെ ഒപ്പമുണ്ട്. ഒരുപാട് പഠിച്ചു, പക്ഷേ ജോലിയൊന്നും കിട്ടിയില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക് കരുത്തുണ്ടെങ്കിൽ കാണുന്നതെല്ലാം അവസരങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അഖില. ക്യാമറാമാൻ അഭിരാമിനൊപ്പം നജ്മ നാസർ, SES ന്യൂസ്. സ്പോർട്സ് ന്യൂസ്. കണ്ണൂർ നഗരത്തിലുള്ള മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ. ദേശീയ ഗെയിംസ് അടക്കമുള്ള അനേകം മത്സരങ്ങൾക്ക് വേദിയായ സ്റ്റേഡിയമാണ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളെ പോലും വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള കായിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഷട്ടിൽ ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ്, ഫെൻസിംഗ്, ബോക്സിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള ലോകോത്തര കായിക ഇനങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളടങ്ങിയ വിശാലമായ സ്റ്റേഡിയം. കോവിഡ് കാലത്തിന് ശേഷം 2 വർഷം, നമ്മുടെ കോവിഡിന് ശേഷം 2 മാസത്തോളം നമ്മൾ അത് അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ നമ്മുടെ അതിൻ്റെ ഫ്ലോറും കാര്യങ്ങളൊക്കെ വെച്ച് നശിക്കുകയുണ്ടായി. അത് നമ്മുടെ ഭാഗത്തു നിന്ന് അത് ആരോഗ്യവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ശരിക്കും ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയപ്പോൾ ചില അതിനെ കുറച്ച് ഡാമേജ് വരികയും നമ്മുടെ ചില ആക്ടിവിറ്റീസുകളൊക്കെ ഇപ്പോൾ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും കഴിഞ്ഞ വർഷത്തെ പ്രൊജക്റ്റിൽ സർക്കാർ അതിന് 3 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ആ പഴയ സ്റ്റേഡിയം തിരിച്ചു വരികയും നമ്മുടെ പഴയ എല്ലാ ആക്ടിവിറ്റികളും വളരെ ആവേശത്തോടു കൂടി തന്നെ തുടങ്ങാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസം നമ്മുടെ ജില്ലാ സ്പോർട്സ് കൗൺസിലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അതിൻ്റെ തീവ്ര പരിശ്രമത്തിലാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റും അതുപോലെ സെക്രട്ടറിയും ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ തന്നെയാണ്. അത് വരുന്ന നാളുകളിൽ തീർച്ചയായും ഈ മഴ കഴിഞ്ഞതോടുകൂടി പ്രൊജക്റ്റ് ആരംഭിക്കുകയും ബാസ്കറ്റ്ബോൾ, വോളിബോൾ പോലുള്ള വലിയ നാഷണൽ ചാമ്പ്യൻഷിപ്പിലൂടെ തീർച്ചയായും കണ്ണൂർ ജില്ലയുടെ ഭാഗത്തു നിന്നും കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസമായി ഞങ്ങൾക്ക്.
കേരളത്തിന് വിജയത്തിളക്കം കൊണ്ടുവന്ന 35ാമത് ദേശീയ ഗെയിംസ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ്, അന്താരാഷ്ട്ര കരാട്ടെ മത്സരം, ദേശീയ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നതും ഇതേ സ്റ്റേഡിയത്തിൽ തന്നെയാണ്. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും സ്റ്റേഡിയം കായിക മത്സരങ്ങൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. വുഡൻ കോർട്ടുകളുടെ അവസ്ഥ വളരെ പരിതാപകരമായ രീതിയിലാണ് കാണുന്നത്. കോവിഡ് അണുനാശിനി തളിച്ചതോടെയാണ് വുഡൻ കോർട്ടുകൾ നശിക്കാൻ തുടങ്ങിയത്. 2020 കോവിഡ് കാലഘട്ടത്തെ സ്റ്റേഡിയം കോവിഡ് കെയർ ഹോമാക്കി മാറ്റിയിരുന്നു. കോവിഡിൻ്റെ പിടി അല്പമയഞ്ഞപ്പോൾ സ്റ്റേഡിയം വിട്ടുകൊടുത്തുവെങ്കിലും അതിനോടകം വേണ്ടത്ര പരിപാലനമില്ലാതെ സ്റ്റേഡിയം നശിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ രേഷ്മ, മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലെ എലൈറ്റ് സ്കീമിലെ ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. കൊറോണയ്ക്ക് മുമ്പ് വരെ ഞങ്ങൾ അവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ കൊറോണയുടെ സമയത്ത് അവിടെ ഒരു കോവിഡ് കെയർ സെൻറ്റർ ഹോം ആക്കിയതുകൊണ്ട് പിന്നെ 2 വർഷം ശേഷം റീഓപ്പൺ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അത് ഫുള്ള് നശിച്ച ഒരവസ്ഥയിലാണ് ഉണ്ടായത്. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഇതൊന്ന് പുനർയോഗ്യമാക്കിയാൽ ഞങ്ങൾക്കും പിന്നെ ഞങ്ങളെ വളർന്നു വരുന്ന കായിക താരങ്ങൾക്കും അതൊരു മുതൽക്കൂട്ടായിരിക്കും എപ്പോഴും. മട്ടന്നൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇൻഡോർ സ്റ്റേഡിയം 6.55 ഹെക്ടർ സ്ഥലത്ത് 5000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളോടെ 33 കോടി ചെലവിട്ടാണ് പണിതത്. വരും കാലങ്ങളിൽ നാഷണൽ ഗെയിംസ് പോലുള്ള ദേശീയ മത്സരങ്ങൾക്ക് വേദിയാകാൻ സ്റ്റേഡിയത്തിന് കഴിയുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ അമൽരാജിനൊപ്പം രഹ്ന, SES ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. 90% പ്രദേശവും പരിസ്ഥിതി ലോലമാകും, ആശങ്കയിൽ നൂൽപ്പുഴ പഞ്ചായത്ത്. നവീകരണത്തിനൊരുങ്ങി തലശ്ശേരി കടൽപ്പാലം, പദ്ധതിക്കായി കോടികൾ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ, കണ്ണു തുറക്കാതെ അധികാരികൾ. ഈ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.